അങ്ങനെ ഞങ്ങൾ 2 ട്രിച്ചി ടിക്കറ്റ് എടുത്ത് ഓടി ട്രെയിനിൽ കയറി വാതിലടിച്ചു, മീൻസ് ബാത്റൂമിൽ കയറി വാതിലടിച്ചു. ട്രെയിൻ പോകുന്നില്ല, 15 മിനിറ്റാണ് എഗ്മോർ വണ്ടിക്ക് കോഴിക്കോട് ഹാൾട്ട്. ഞങ്ങളിങ്ങനെ ഉരുക ബാത്റൂമിൽ കിടന്ന് പഠിച്ചോനെ ഈ ട്രെയിൻ ഒന്ന് പോയി കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ ട്രെയിൻ പതുക്കെ എടുത്തു, കല്ലായി കഴിഞ്ഞു, ഫറൂഖ് എത്തി. ഫറൂഖ് എത്തിയ സമയത്ത് ഞങ്ങൾ പതുക്കെ ഡോർ ഇങ്ങനെ തുറന്നിങ്ങനെ നോക്കി, ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നോ വൺ ഈസ് ദേർ. സമാധാനം. ഞാൻ റഫീഖിന്റെ കൈ പിടിച്ചിട്ട് ആ വാതിൽക്കൽ അങ്ങ് നിന്നിട്ട് ഞാൻ പറഞ്ഞു, റഫീഖെ ഇനി നമ്മുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം ആരംഭിക്കാൻ പോകും. അതിനുശേഷം പിന്നെ തല്ല്, കുത്ത്, ചവിട്ട്, പട്ടിണി, ദാരിദ്ര്യം. 103 ദിവസങ്ങള് 20 സംസ്ഥാനങ്ങളിലൂടെ ഞങ്ങൾ കറങ്ങി. അതായത് ഈ 500 രൂപ വെച്ചിട്ട് കേട്ടോ, ഈ 500 രൂപ എന്ന് വെച്ചാൽ ഞങ്ങൾ 2 ദിവസം ഒരു ജോലി ചെയ്യും, 50 രൂപ കിട്ടും. ആ പൈസ എടുക്കും, അടുത്ത സ്ഥലത്ത് 2 ദിവസം ജോലി ചെയ്യും, ആ സ്ഥലം കറങ്ങും. അങ്ങനെ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കൂല, ഭക്ഷണം പലപ്പോഴും ഇറന്നിട്ടാ കഴിക്കാം. അതായത് നമ്മൾ അത്യാവശ്യം സൗന്ദര്യം അന്നും ഇന്നും കാരണവന്മാരായിട്ടുള്ളതുകൊണ്ട് കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് നമ്മൾ പബ്ലിക് പ്ലേസിൽ പോയി നിൽക്കും. അപ്പൊ റഫീഖ് വരുന്നുണ്ട് എന്ന് പറയും. എക്സ്ക്യൂസ് മീ മാം, എൻ്റെ പേഴ്സ് മിസ്സായി, ഒരു 20 റുപ്പീസ് തരുമോ? അപ്പൊ നമ്മൾ ഇത്രയും ഡീസന്റ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ആരും വിചാരിക്കുക അമ്മ ഒരു 10 രൂപ അങ്ങനെ പറയുമ്പോൾ ആരും തരൂല. അല്ലെങ്കിൽ ഒരു 7 റുപ്പീസ് അങ്ങനെ ഒരു ഡിജിറ്റ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കുക ആൾക്കാര്. അപ്പൊ ആ 7 റുപ്പീസ് വാങ്ങും, ഞങ്ങൾ എന്തെങ്കിലും പോയി കഴിക്കും, അടുത്ത കോർണറിൽ പോയി നിൽക്കും, ഒരു 10 രൂപ വാങ്ങും. അങ്ങനെയൊക്കെയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ കൂടി കഴിഞ്ഞ് 103 ദിവസം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴേക്കും പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ +2 പരീക്ഷ എഴുതിയിട്ടില്ല, പരീക്ഷയ്ക്ക് തോറ്റു. പിന്നെ വീട്ടിലിരുന്നിട്ടാണ് 1 വർഷം പഠിച്ചത്. റഫീഖ് ആണെങ്കിൽ തൻ്റെതല്ലാത്ത കാരണത്താലായിരുന്നു റഫീഖ് നാട് വിട്ടുപോയത്. റഫീഖ് തിരിച്ചു വന്നിട്ട് +1 മുതൽ ആരംഭിച്ചു. അവർ 2 വർഷം പോയി, എനിക്ക് 1 വർഷം പോയി. അന്നത്തോടു കൂടി എൻ്റെ പേര് ഭയങ്കര ഫേമസ് ആയി. എൻ്റെ നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റൂല, 20 വർഷങ്ങൾക്ക് ശേഷം വരും എന്ന് പറഞ്ഞ ആൾക്കാർ ഇതാ വന്ന് ഇങ്ങനെ പറയായിരുന്നു, പുതിയ വിസ വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് തലയൂരാൻ വേണ്ടിയിട്ട് ഞാൻ അന്നേ എൻ്റെ പേര് മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും പേര് മാറ്റാൻ തക്കതായിട്ട് റീസൺ ഒന്നും ഉണ്ടായില്ല. പിന്നെ